നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തിലെ വാർത്താ താരങ്ങളിൽ പ്രമുഖനാണ് ജി സുധാകരൻ. CPIMന്റെ ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാവ്, മുൻ മന്ത്രി, മുൻ സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹം CPIM വിടുമോ, വിട്ടാൽ കോൺഗ്രസിലേക്കോ BJPയിലേക്കോ എന്നീ ചോദ്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അതിന് രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. അതിന് കഴിഞ്ഞ 1-2 വർഷത്തെ പഴക്കവുമുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഈ സംശയം ഉയർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജി സുധാകരന്റെ വീടിന് സമീപം നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിലേക്കോ അതിന്റെ പൊതുയോഗത്തിലേക്കോ ജി സുധാകരനെ പാർട്ടി ക്ഷണിച്ചില്ല എന്ന വാർത്തയാണ്. അതിന് വിശദീകരണവുമായി ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് വിളിക്കാതിരുന്നത്. അദ്ദേഹം ഇപ്പോൾ വെറും ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണ് എന്നൊക്കെയാണ് ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ അങ്ങനെയല്ല അത്. കാരണം ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPIMുമായിട്ട് അകൽച്ചയിലാണ്. നിരന്തരമായി അദ്ദേഹം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിൽ വിമർശനാത്മകമായിട്ടുള്ള നിലയിൽ ചില പ്രസ്താവനകൾ നടത്താറുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം CPIMന്റെ മുൻ യുവ നേതാവായിരുന്ന TJ ആഞ്ചലോസ് 28 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ടതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിലൊക്കെ പാർട്ടി അതൃപ്തരാണ്. അക്കാര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. അതിനിടയ്ക്കാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഏരിയ സമ്മേളനത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പിന്നീട് അതിന് തൊട്ടടുത്ത ദിവസം ഇന്നലെ UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക അതിന്റെ ആലപ്പുഴ ജില്ലയിലെ ക്യാമ്പയിൻ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു വാർത്ത. അതിന് അദ്ദേഹം നേരത്തെ സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ ഇന്നലെ പൊടുന്നനെ അദ്ദേഹം രാവിലെ ആ പരിപാടിയിൽ നിന്നും പിന്മാറുന്നതായിട്ട് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റു വിവാദങ്ങൾക്കൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് പിന്മാറുന്നു എന്നാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് നിലവിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തീയതി മാറ്റിയതാണ്. അദ്ദേഹത്തിന് കൂടി സൗകര്യപ്പെട്ട ഒരു പുതിയ തീയതി തീരുമാനിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ ആലപ്പുഴയിലെ MPയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള KC വേണുഗോപാൽ ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതും വലിയ വാർത്തയാകുന്നു. കോൺഗ്രസിന്റെ KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു ഇതിനോട് വളരെ പക്വതയോടുകൂടിയാണ് പ്രതികരിച്ചത്. ജി സുധാകരൻ സമ്പന്നനായ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇടയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യവിവരം തിരക്കുന്നതിനും ഒരു കുശലാന്വേഷണം അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് അവിടുത്തെ MP കൂടിയായ KC വേണുഗോപാൽ നടത്തിയത്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് പോലും അപക്വമാണ്. കാരണം അത്തരത്തിൽ സമുന്നതനായ നേതാവാണ് അദ്ദേഹം. വളരെ പക്വതയോടുകൂടിയാണ് ലിജു അക്കാര്യത്തിൽ പ്രതികരിച്ചത്. എങ്കിൽ പോലും അക്കാര്യത്തിൽ ഉയരുന്ന ചില സംശയങ്ങളെന്ന് പറയുന്നത്, KC വേണുഗോപാല് ആലപ്പുഴയിലെ MP മാത്രമല്ല, അദ്ദേഹം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ CPIMൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ ഉയരും, സന്ദേഹങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അത്തരം വാർത്തകളോട് ജി സുധാകരൻ പ്രതികരിച്ചത്. എന്തെങ്കിലും രാഷ്ട്രീയം KC വേണുഗോപാലുമായി സംസാരിച്ചു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്ത് രാഷ്ട്രീയം സംസാരിക്കാനാണ് അദ്ദേഹം CPIMലേക്ക് വരുമോ, അദ്ദേഹവുമായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്ന അദ്ദേഹവുമായിട്ട് എന്ത് രാഷ്ട്രീയം സംസാരിക്കാനാണ് എന്ന തരത്തിലുള്ള മറുചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. വെറും സന്ദർശനം മാത്രമായിരുന്നു, സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, തന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. അതായത് അദ്ദേഹം പാർട്ടി വിടും എന്ന തരത്തിലുള്ള വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് ജി സുധാകരൻ ചെയ്തത്. അതവിടെ അവസാനിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ B ഗോപാലകൃഷ്ണൻ ആലപ്പുഴയിലെ BJPയുടെ ജില്ലാധ്യക്ഷനുമായി ചേർന്ന് ജി സുധാകരനുമായി കണ്ടു, കൂടിക്കാഴ്ച നടത്തി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അദ്ദേഹം എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ജി സുധാകരനുമായിട്ട് രാഷ്ട്രീയം തന്നെ സംസാരിച്ചു, പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പ്രധാനമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാജ്യദ്രോഹികൾ ഒക്കെ തന്നെ നുഴഞ്ഞു കയറി ആ പാർട്ടിയെ കീഴടക്കുന്നു, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അക്കാര്യത്തിലൊക്കെ തന്നെ തങ്ങളുടെ നിലപാടിനോട് ഒരു അനുഭാവപൂർണമായ സമീപനമാണ് അദ്ദേഹത്തിനുള്ളത്, അതായത് ജി സുധാകരനുള്ളത്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികളോടുള്ള നിലപാട്, അത് BJP നിലപാടിനോട് അദ്ദേഹം
ഏതാണ്ട് സമ്മതമുള്ള ഒരു രീതിയിലാണ് പ്രതികരിച്ചത്. അതായത് അത്തരം വിഷയങ്ങളിലൊക്കെ BJPയുടെ നിലപാടിന് സമാനമാണ് G. സുധാകരന്റെ നിലപാട്. കൂടിക്കാഴ്ച വളരെ സൗഹാർദ്ദപരമായിരുന്നു, പോസിറ്റീവായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ G. സുധാകരൻ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ സാധിക്കില്ല. അദ്ദേഹം CPIM വിട്ടാൽ കോൺഗ്രസിലേക്ക് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന ഏക പാർട്ടി BJP ആണ്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഈ ജമാഅത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് കോൺഗ്രസ് സഖ്യത്തിലാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടാണ്, അവർക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് G. സുധാകരന് പോകാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന രണ്ട് സംഘടനകളോടും ശക്തമായ എതിർപ്പ് പരസ്യമായിട്ട് ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ് G. സുധാകരൻ. അത്തരത്തിൽ BJPയുടെ നിലപാടിന് സമാനമാണ് സുധാകരനുമുള്ളത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിട്ടാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ BJPയിലേക്ക് തന്നെ വരാനാണ് സാധ്യത എന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. അത്തരത്തിൽ ഈ രണ്ട് പാർട്ടികളും BJPയും കോൺഗ്രസും G. സുധാകരനെ കണ്ട് സംസാരിക്കുന്നിടത്താണ് അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയമായ ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ തന്നെ ഉയരുന്നത്. എന്തായാലും ഇന്നലെ കോൺഗ്രസുമായുള്ള കൂടിക്കാഴ്ചയിൽ G. സുധാകരൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിഷയത്തിലൊരു പ്രതികരണം വേണ്ടി വരുമ്പോൾ ഇരയാകുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടത്തുന്ന പ്രതികരണം, ഒരു സംശയം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് പ്രതികരിക്കേണ്ടത്. ആ വിഷയത്തിൽ അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രതികരിച്ചു കഴിഞ്ഞു. താൻ പാർട്ടി വിടില്ല, കോൺഗ്രസിലേക്കൊന്നും പോകാൻ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തനിക്ക് അതൃപ്തിയൊന്നും CPIMൽ നിലവിലില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ പോലും ആലപ്പുഴയിൽ ഉൾപ്പെടെ പാർട്ടിയിൽ വലിയ വിഭാഗീയത ഇപ്പോൾ പ്രകടമാണ്. 2 ദിവസം മുൻപാണ് കായംകുളത്തു നിന്നുള്ള ബിപിൻ സി ബാബു എന്ന CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന, നിരവധി പാർട്ടി പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തി പാർട്ടി വിടുകയും BJPയിൽ ചേരുകയും ചെയ്തത്. അദ്ദേഹവും പറഞ്ഞത് G. സുധാകരൻ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ അവസ്ഥ കഷ്ടമാണ്, അദ്ദേഹം പാർട്ടിയിൽ സഹിച്ചു നിൽക്കുകയാണെന്ന തരത്തിലാണ് ബിപിൻ സി ബാബു പറഞ്ഞത്. ഒപ്പം K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരും, G. സുധാകരൻ അതൃപ്തിയിലാണെന്നൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സുധാകരനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും കൈവരുന്നത്. CPIMനെ സംബന്ധിച്ച് നിലവിൽ ഈ സമ്മേളനകാലം വളരെ കലുഷിതമാണ്. പലയിടങ്ങളിലും പൊട്ടിത്തെറിയും വിഭാഗീയതയും മത്സരവും ഒക്കെ നടക്കുന്നു. പലയിടത്തും പാർട്ടിക്ക് നടപടി സ്വീകരിക്കേണ്ടി വരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരിട്ട് പല സ്ഥലങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെ സംബന്ധിച്ച് പ്രശ്നം തീർക്കാനായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു. കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരം നോർത്തിൽ പോയി അവിടുത്തെ വിഷയങ്ങളുടെ പേരിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് അവിടെ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സമ്മേളനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ മുൻ നിലവിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്നു. അദ്ദേഹം പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹവും ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക്, ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകും, രണ്ട് പാർട്ടികളും താനുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ബ്രാഞ്ച് തലം മുതൽ കേരളത്തിലൊട്ടാകെ വിവിധ ഇടങ്ങളിൽ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാണ്, വിഭാഗീയത രൂക്ഷമാണ്. അത്തരത്തിൽ വളരെ കലുഷിതമായ ഒരു സമ്മേളന കാലത്തിലൂടെയാണ് പാർട്ടി ഏറെക്കാലത്തിന് ശേഷം കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ, അതൃപ്തരായി നിൽക്കുന്ന നേതാക്കളുമായിട്ട് BJP കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരുന്നത്. ഈ G. സുധാകരന്റെ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച, അതിൽ പാർട്ടിയിൽ നിന്ന് വലിയ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ വളരെ പ്രസക്തമായ ഒരു പ്രതികരണം വന്നത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന, കേരളത്തിൽ നിന്നുള്ള ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന, കോൺഗ്രസിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന പ്രൊഫസർ KV തോമസിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണത്തിലൊക്കെ അദ്ദേഹം പറയുന്നത്, താൻ കോൺഗ്രസിലായിരുന്ന സമയത്ത് ഇതേപോലെ പല CPIMന്റെ സമുന്നത നേതാക്കളുമായിട്ടും സൗഹൃദമുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും സൽക്കാരം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മകന്റെ മരണസമയത്ത് അദ്ദേഹം അവിടെ പോയി കാണുകയും അനുശോചന സന്ദേശമൊക്കെ കൈമാറുകയും ചെയ്തതിൽ കോൺഗ്രസ് പാർട്ടി അന്ന് തന്നെ സംശയത്തോടെ കണ്ടു. പിന്നീട് CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടിയുടെ പേരിൽ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം പാർട്ടിയുമായി ഇടയുന്നത് ഈ സീറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലും ഒക്കെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്തും പിന്നീട് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്നലെ KC വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ച അത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം G. സുധാകരൻ ഉള്ളത് കൊണ്ടല്ല, G. സുധാകരൻ എന്തെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ കരുതുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെയാണ് KC വേണുഗോപാൽ കണ്ടത്. അദ്ദേഹം പറയുന്നത്, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ആദ്യം കോൺഗ്രസ് ശ്രമിക്കൂ,
ജി സുധാകരൻ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കണ്ടതുകൊണ്ടൊന്നും മാറുമെന്ന് താൻ കരുതുന്നില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല സുധാകരൻ എന്നാണ് തോമസ് മാഷ് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും CPM-ന്റെ മറ്റ് സമുന്നത നേതാക്കളോ ഒന്നും തന്നെ, സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളൊന്നും തന്നെ ഈ KC വേണുഗോപാൽ ജി സുധാകരൻ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ചില്ല. ആകെ പ്രതികരിച്ചിരിക്കുന്നത് സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ KV തോമസ് മാത്രമാണ്. ഇനിയിപ്പോൾ നേതാക്കളുടെ പ്രതികരണം വരേണ്ടതുണ്ട്. എന്തായാലും ഈ BJP-യും കോൺഗ്രസും ജി സുധാകരനുമായിട്ട് നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നത് CPM-നുള്ളിൽ തന്നെ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ജി സുധാകരൻ ഇന്നലെ ഈ കോൺഗ്രസുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അതിന്റെ നിലപാട് തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും ഇന്ന് BJP നേതാക്കളും അദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. വരും മണിക്കൂറുകൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.